നേരത്തെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടന്ന വാർത്തകൾ പുറത്തു വന്ന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു. അവിടെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ആളുകളായ ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇപ്പോൾ ഇത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിട്ട് വന്നിട്ടുണ്ടോ? എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്? എത്ര പേർക്ക് പരിക്കേറ്റു? ഔദ്യോഗികമായി കിട്ടിയ സ്ഥിരീകരണം അനുസരിച്ച് 15 സിവിലിയൻസ് ആണ്, ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്. ഗ്രാമീണരാണ് ഏറെയും കൊല്ലപ്പെട്ടത്. അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ പേരുള്ളത്. 43 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 11ഓളം പേരുടെ പരിക്ക് ഗുരുതരമായ പരിക്കാണ്. പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും പട്ടാള ക്യാമ്പുകൾക്ക് നേരെയോ അല്ലെങ്കിൽ സൈന്യത്തിന് നേരെയോ അത്തരം കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒന്നുമല്ല. LOCയിൽ നിയന്ത്രണ രേഖയിൽ രജൌരി മേഖലയിലേക്കും പൂഞ്ച് മേഖലയിലേക്കും അതുപോലെ താങ്ധർ മേഖലയിലേക്കുമുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഷെല്ലാക്രമണമാണ്. അതിർത്തിക്കപ്പുറത്ത് മലമുകളിലൊക്കെ നിന്നുകൊണ്ട് അവർ ഷെല്ലാണ് ഇവിടേക്ക് വർഷിച്ചത്. സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകൾക്ക് മുകളിലേക്കൊക്കെയാണ് ഷെല്ല് വീണത്. ആ ദൃശ്യങ്ങൾ തന്നെ ഭീകരമാണ്. വീട്ടിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ കുട്ടികളൊക്കെ ആയിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ സമയത്ത് പകൽ സമയത്ത് ഉണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. അവരാണ് ഇതിലെല്ലാം മരണമടഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങൾ 9 കേന്ദ്രങ്ങൾ കൃത്യമായി തിരഞ്ഞെടുത്ത് ആ കേന്ദ്രങ്ങൾ 9ഉം പാകിസ്ഥാനിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെ താവളങ്ങളോ ക്യാമ്പുകളോ ഒക്കെയാണ്. അത് ലോകത്തെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയെങ്കിൽ ആ ആക്രമണത്തിൽ നിന്ന് തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം പറയുമ്പോൾ അവർ തിരിച്ചടിച്ചിരിക്കുന്നത് ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ ഏതെങ്കിലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒന്നുമല്ല തിരിച്ചടിച്ചിരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഗ്രാമീണരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലേക്ക് അപകടമുണ്ടായത്. സാധാരണ ഇത്തരമൊരു യുദ്ധമുണ്ടായാലോ സംഘർഷം ഉണ്ടായാലോ ഒന്നും ഈ നിരായുധരായ മനുഷ്യർക്ക് നേരെ ഇത്തരത്തിലേക്ക് ആക്രമണം നടത്താറില്ല. പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തുമ്പോൾ അതിനൊപ്പം താമസിക്കുന്ന ആളുകളോ അടുത്ത് താമസിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അതിനടുത്തുള്ളവർക്കൊക്കെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയൊക്കെ പതിവുണ്ട്. പക്ഷേ ഒരു തരത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രമോ പട്ടാളക്കാരുടെ സാന്നിധ്യമോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും പാകിസ്ഥാൻ വലിയ പ്രകോപനം തന്നെയാണ് ഇന്ത്യക്ക് മേൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് അനൗദ്യോഗികമായ ചില തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ള സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏത് ശക്തിയിലാണോ പാകിസ്ഥാൻ അടിച്ചത് അതേ ശക്തിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാവും. അതിനേക്കാൾ കരുത്തുറ്റ തിരിച്ചടി ഉണ്ടാവും. ഇത് ഇന്ത്യയിൽ നിന്ന് വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടേണ്ടി വരും. ഇങ്ങനെ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണം